ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് ബ്രെഡ് ഡ്രസ്സ് മേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഒരു 4 മീറ്ററിൻ്റെ ഫാബ്രിക് വേണം. പിന്നെ ടേപ്പ്, സിസറും ചോക്കും നമ്മൾ എടുത്ത് റെഡിയാക്കി വെക്കണം. ഇനി ഞാനിതിൻ്റെ പാറ്റേൺ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത് 60 ഇഞ്ചും വിഡ്ത്ത് 20 ഇഞ്ചസുമാണ്. ബാക്കിലും അതുപോലെ ലെങ്ത് 18 ഇഞ്ചസും വിഡ്ത്ത് 20 ഇഞ്ചസുമാണ്. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. ഓൺ ഫോൾഡിലാണേ. മുകൾ പാർട്ട് ആം ഹോളിൻ്റെ ആ പാർട്ട് 10 ഇഞ്ചും ലെങ്ത് 15 ഇഞ്ചും ബോട്ടം റൗണ്ട് 7 ഇഞ്ചും എടുക്കണം കേട്ടോ. ഫാബ്രിക്കിൽ ഓൺ ഫോൾഡ് ഇട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് പോർഷനിലാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ആ 20 ഇഞ്ചസ് വിഡ്ത്ത് എടുത്തില്ലേ, ആ ഭാഗത്ത് നമുക്ക് ചെറിയ 2 മടക്ക് മടക്കിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചു കഴിഞ്ഞ ഭാഗമില്ലേ, അത് വീണ്ടും ഓൺ ഫോൾഡായിട്ട് തന്നെ പിടിച്ചിട്ട് നല്ല നീറ്റായിട്ട് പിടിക്കണേ. പിടിച്ചിട്ട് ഒരു 10.5 ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസിൻ്റെ ലെങ്ത്താണ് കേട്ടോ അവിടെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണമെങ്കിൽ അവിടെ എടുക്കാം. ഞാനിവിടെ 10.5 ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് അവിടെ ഒന്ന് ടാക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ വരെ അടിച്ചു കൊടുക്കാം. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ അടിക്കണേ. അവിടെ വെച്ചിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 60 ഇഞ്ചിൻ്റെ ലെങ്ത്തുള്ള ഒരു പീസ് നമ്മൾ ആദ്യം മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെൻറ്റർ പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഓക്കെ, പതിച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ സ്ലീവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നമുക്കൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പതിച്ചടിച്ചില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ബോട്ടം സൈഡ് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് വെക്കുന്നവർക്ക് ഒരു 3/4 ഇഞ്ച് വീതിയിൽ വേണം മടക്കിയടിക്കാൻ. എന്നിട്ട് അതിനകത്ത് കൂടി ഇലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ വേറെ മെത്തേഡാണ് കാണിക്കുന്നത്. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.
ഞാനിവിടെ ഗ്യാതേഴ്സ് മോഡലിലാണ് ഇലാസ്റ്റിക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടം സൈഡ് അടിച്ചില്ലേ, അവിടുന്ന് 1 ഇഞ്ച് മുകളിൽ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് പതുക്കെ വലിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോഴത്തേക്കും ഗ്യാതേഴ്സ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ 2 സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സീം അടിച്ചു കൊടുക്കാം. അപ്പോൾ സ്ലീവ് ബോട്ടം റൗണ്ട് തൊട്ട് നമുക്ക് താഴെ വരെ അടിച്ചു കൊടുക്കാം. ഇനി ബോട്ടം പോർഷൻ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അത് ജസ്റ്റ് 2 മടക്ക് മടക്കിയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹെഡിൻ്റെ പൊസിഷനിൽ വള്ളി വെച്ചെടുക്കാം, അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രെയർ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ബൈ.